തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് തമിഴ്നാട്. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 5 ദിവസം മാത്രമാണുള്ളത്. മണ്ഡല പുനർനിർണയമാണ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ DMK പ്രചാരണ ആയുധമാക്കിയിരിക്കുന്നത്. ആണ്ടിപ്പട്ടിയിലും ദിണ്ടിഗലുമാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഇന്നത്തെ പ്രചാരണം. മനേഷ് മൂർത്തി വിവരങ്ങൾ ചെയ്തു. മനേഷ്, ഒരുപക്ഷെ ഹിന്ദി വിരുദ്ധ സമര കലാപ സമയത്തെ തമിഴ്നാടകം പോലെ ഒരു സമരം ഉണ്ടാവുകയാണെങ്കിൽ ആ സമരത്തിന്റെ മുൻനിരയിൽ ഞങ്ങളുണ്ടാകും, സ്റ്റാലിൻ ഉണ്ടാകും എന്ന് തന്നെ ആവില്ലേ ഈ ദിവസങ്ങളിലെ തമിഴ്നാട്ടിലെ പ്രചരണ മുദ്രാവാക്യം? മനേഷ്. അശ്മി പ്രഭുത, ഗുഡ് മോർണിംഗ്. പ്രധാനമായും ഇതുതന്നെയാണ് മുദ്രാവാക്യം. അതായത് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ പ്രചാരണത്തിലെല്ലാം തന്നെ ഇന്നലെ ഇപ്പോൾ കറുപ്പ് കൊടികൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ആദ്യഘട്ടത്തിൽ. അതിനുശേഷം ബില്ല് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് DMK കടന്നു. ആ രീതിയിൽ സമാനമായ രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധം നടക്കുമ്പോഴും പ്രചാരണത്തിൽ ഊന്നി സംസാരിക്കുന്ന എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും സ്ഥാനാർത്ഥികളും ഒക്കെ സംസാരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഡീലിമിറ്റേഷൻ തന്നെയാണ്, മണ്ഡല പുനർനിർണയം തന്നെയാണ്. അത് തമിഴ്നാട് ഈ പറഞ്ഞ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിൽ പിരിച്ച് രണ്ടാക്കി വിഭജിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. ഒന്നുമല്ലാതാക്കുക, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒന്നുമല്ലാതാക്കുക എന്നതാണ് ഒരു ലക്ഷ്യമായി ഈ ബില്ലിനെ അവർ കാണുന്നത്. എന്തായാലും 3 ദിവസത്തേക്കാണ് ഈ പറഞ്ഞ കരിങ്കൊടി പ്രതിഷേധം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ഉള്ളതിപ്പോൾ അണ്ണാറിവാലയത്തിലാണ്, അതായത് DMKയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അണ്ണാറിവാലയത്തിലാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്തായാലും ഇവിടെ ആ ബ്ലാക്ക് ഫ്ലാഗ് കാണാനില്ല. എന്ന് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ബില്ലിലെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് പോകാം എന്നുള്ളതാണ് DMKയുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇപ്പോൾ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ കരിങ്കൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ ഇല്ല. എന്തായാലും അപ്പോൾ ആ രീതിയിലാണ്. മാത്രമല്ല നിയമ പോരാട്ടത്തിലേക്ക് കൂടി DMK കടക്കും, അതായത് ബില്ലിലെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ ഒരു പക്ഷേ നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കും DMK എന്നുള്ള വിവരങ്ങളും എന്തായാലും പുറത്തു വരുന്നുണ്ട്. പക്ഷേ പ്രചാരണത്തിലുടനീളം എന്തായാലും ഈ പറഞ്ഞ മണ്ഡല പുനർനിർണയം തന്നെയാണ് പ്രധാനമായി പറയുന്നത്. മാത്രമല്ല DMK ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. DMKയുടെ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എടപ്പാടി K പളനിസ്വാമി ഇന്നലെ പറഞ്ഞത് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും മണ്ഡല പുനർനിർണയം കൊണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നത് മാത്രമാണ്. അതല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അതിലൂന്നി മാത്രമാണ് DMK പ്രവർത്തിക്കുന്നത്. BJPയുടെ അടിമയാണ്, അതായത് ഡൽഹിയിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന അടിമകളായി തമിഴ്നാട്ടുകാരെ മാറ്റാൻ എന്തായാലും അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നാമക്കലിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ദ്രാവിഡ വികാരത്തെ ഒന്നുകൂടി ഇഗ്നേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശം കൂടി ഉണ്ടാവണം. മാത്രമല്ല ഇഗ്നേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദ്രാവിഡ വികാരം നമ്മൾ ഹിന്ദി സമരകാലത്തൊക്കെ തമിഴ്നാട്ടിലുള്ള പ്രകടമായി കണ്ടതാണ്. ഉടൽ മണ്ണുക്ക് ഉയർ എന്താണ് തമിഴുക്ക് എന്ന മുദ്രാവാക്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിന്റെ തുടർച്ച എന്ന് തന്നെ വേണം അതിനെ കരുതാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.